കേരള സർവീസ് റൂളിലേക്ക് സ്വാഗതം. ലളിതമായി കേരള സർവീസ് റൂള് അറിഞ്ഞിരിക്കാൻ വേണ്ട 6 വഴികളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് എന്തുകൊണ്ട് കേസാണ്? ഒരു കോൺട്രാക്ടർ, ബിൽഡിംഗ് കോൺട്രാക്ടറെ സങ്കല്പിക്കുക. അദ്ദേഹത്തിൻ്റെ കീഴിൽ 500 തൊഴിലാളികളുണ്ടെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ ജോലികൾ അദ്ദേഹം ഡിവൈഡ് ചെയ്യുന്നു. കല്ല്, കരിങ്കല്ല്, അതുപോലെ സിമൻറ്റ് പണി എല്ലാം കൂടി ബന്ധപ്പെട്ട ഒരു കൂട്ടം തൊഴിലാളികളും അതിനൊരു സൂപ്പർവൈസറും, അതുപോലെ കാർപ്പൻട്രി വർക്കിനോട് ബന്ധപ്പെട്ട ഒരു കൂട്ടം തൊഴിലാളികളും അതിനൊരു സൂപ്പർവൈസറും, ഇൻഡസ്ട്രിയൽ വർക്കിനോട് ബന്ധപ്പെട്ട ഒരു കൂട്ടം തൊഴിലാളികളും അതിനൊരു സൂപ്പർവൈസറും, ട്രാൻസ്പോർട്ട് ആൻഡ് വെഹിക്കിൾസിനോട് ബന്ധപ്പെട്ട ഒരു കൂട്ടം തൊഴിലാളികളും അതിനൊരു സൂപ്പർവൈസറും. അദ്ദേഹം എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സൂപ്പർവൈസറോടായിരിക്കും. ഗവൺമെൻറ് ഒരു വലിയ സ്ഥാപനമാണ്. 84ലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഗവൺമെൻറ്റിനുണ്ട്. അവിടെ 5 ലക്ഷത്തിൻ്റെ മുകളിലാണ് ജീവനക്കാരുടെ എണ്ണം. ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപന മേലധികാരികൾ തന്നെ 1 ലക്ഷത്തിൻ്റെ മുകളിലാണ്. ഇവരോടൊന്നും സംസാരിക്കാൻ ഗവൺമെൻറ്റിന് സമയം ഇല്ല. അതുകൊണ്ട് അവർ അനുസരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ളവ ഓൾ ഗവൺമെൻറ് സർവൻസിന് ബാധകമായ രീതിയിൽ ഒരു കോഡിൽ എഴുതി വെച്ചു. അതാണ് KSR. സാമ്പത്തികമായ കാര്യങ്ങളായതുകൊണ്ട് അതിൽ ഇറഗുലാരിറ്റീസ്, ക്രമക്കേടുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ ലോക്കൽ ഫണ്ട് ഓഡിറ്റിനെ ചുമതലപ്പെടുത്തി. അതിന് പുറമെ CAGA ഇത് വാച്ച് ചെയ്യുന്നതിനും കൂടി ചുമതലപ്പെടുത്തി. നമ്മളോട് ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ നമുക്കറിയില്ല എന്ന് പറയാമോ? ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ്. നിയമം അറിയില്ല എന്നത് ഒരു ഒഴിവുകഴിവല്ല. കേരള ഗവൺമെൻറ് സർവൻസിൻ്റെ ഒരു ബൈബിളായിട്ടാണ് KSRനെ കണക്കാക്കുന്നത്. അത് ലളിതമാക്കാൻ അറിഞ്ഞിരിക്കേണ്ട 6 വഴികൾ നോക്കാം. അതിലാദ്യമായി KSRൻ്റെ ഘടന, സ്ട്രക്ചർ മനസ്സിലാക്കാം. 3 പാർട്ടാണ്. 3ാമത്തെ പാർട്ട് പെൻഷൻ. അത് വേറൊരു വോളിയത്തിലാണ്. അതിൽ പെൻഷൻ മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. 2ാമത്തെ പാർട്ട് TA ആണ്, ട്രാവലിംഗ് അലവൻസ്. അത് പാർട്ട് 2. അതിൽ TA മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. 1ാമത്തെ പാർട്ട് വിവിധ സബ്ജക്റ്റുകൾ അടങ്ങുന്ന 11 ചാപ്റ്റേഴ്സാണ്. 2ാമതായി ലളിതമാക്കാൻ മനസ്സിലാക്കേണ്ട വഴി, എല്ലാ പാർട്ടുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്പർ 1ലാണ്, എൻഡ് ചെയ്യുന്നത് പാർട്ടിൻ്റെ അതേ പാർട്ടിൽ എൻഡ് ചെയ്യും. അതുകൊണ്ട് സെയിം നമ്പർ എല്ലാ 3 പാർട്ടിലും വന്നേക്കാം. റൂളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എപ്പോഴും അതിൻ്റെ പാർട്ട് നമ്പർ കൂടി കാണിച്ചിരിക്കണം. ലളിതമാക്കാൻ അറിഞ്ഞിരിക്കേണ്ട 3ാമത്തെ വഴി, നമുക്കൊരു റൂള് വിശദാംശം അറിയണമെങ്കിൽ ആദ്യം അതിൻ്റെ പാർട്ടും റൂളും അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണത്തിന് സ്പെഷ്യൽ ലീവ് അലവൻസ്, അത് ലീവ് ചാപ്റ്ററിൽ പാർട്ട് 1ലാണ്. ആപ്പേ ലീവിൽ റൂള് ലീവ് സാലറിയിൽ 93 എക്സെപ്ഷനിലാണ് സ്പെഷ്യൽ ലീവ് അലവൻസിൻ്റെ വിശദാംശങ്ങളുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് ചില സമയങ്ങളിൽ എക്സ്പ്ലനേഷൻ, നോട്ട്, ഗവൺമെൻറ് ഡിസിഷൻ ഇവയാൽ ബന്ധപ്പെട്ടിരിക്കും. അറിഞ്ഞിരിക്കേണ്ട 4ാമത്തെ വഴി, KSR ഒരു പരിപൂർണ ടെക്സ്റ്റ് അല്ല. അത് ഗവൺമെൻറ് പ്രസ്സിലാണ് അച്ചടിക്കുന്നത്. ഏറ്റവും പുതിയ അമെൻമെൻറ്റുകൾ അതിന് ഉൾക്കൊള്ളാൻ സാധ്യം അല്ല. സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ ഇന്ന് അനുഭവിക്കുന്നവ റിവിഷനിൽ കൂടിയാണ്, ഓർഡറിൽ കൂടിയാണ് പുറത്തു വന്നത്. അത് ഒരു ഗവൺമെൻറ് ഓർഡർ മാത്രമാണ്, അല്ലാതെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റൂളല്ല. സറണ്ടർ ഓഫ് ഏൺഡ് ലീവും ഇതേപോലെ തന്നെ ഒരു ഗവൺമെൻറ് ഓർഡർ മാത്രമാണ്. ലളിതമാക്കാൻ അതേപോലെ അറിഞ്ഞിരിക്കേണ്ട 5ാമത്തെ വഴി, കോംപ്ലിക്കേറ്റഡ് റൂൾസ് റിട്ടൺ ഇൻ കോർട്ട് ലാംഗ്വേജ് ആണ്. അതായത് അതിസങ്കീർണമായ നിയമങ്ങൾ കോടതി ഭാഷയിൽ എഴുതപ്പെട്ട കോഡാണ് KSR. അത് 5 ലക്ഷത്തിലധികം ജീവനക്കാരെ ഡയറക്റ്റായി സാമ്പത്തികമായി കൺട്രോൾ ചെയ്യുന്നു. പരോക്ഷമായി
കോർപ്പറേഷൻസ്, ബോർഡ്സ്, ഫാംസ് എന്നിവയിൽ അങ്ങനെയുള്ളവയിൽ ഇൻഡയറക്റ്റായി പരോക്ഷമായിട്ടും സാമ്പത്തികമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ആറാമത്തെയും അവസാനത്തെയുമായി ലളിതമായി അറിഞ്ഞിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ഇൻഡെക്സിനെ പഠിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. നെക്സ്റ്റ് മീറ്റിംഗ് സബ്ജക്റ്റ് ശമ്പളത്തിൻ്റെ പുറത്ത് 4 വരവിനങ്ങൾ.